ആഗോള താപനത്തിന്റെ ബാക്കി പത്രമായി കേരളത്തിലെ താപനില ഒന്ന് നോക്കൂ. 35നും 45നും ഇടയ്ക്കായിരുന്നു ശരാശരി കേരളത്തിന്റെ താപനില. ഒരു തരത്തിൽ ഉരുകി ഒലിക്കുന്ന തരത്തിലാണ് രാത്രിയും പകലും മനുഷ്യർ കഴിഞ്ഞിരുന്നത്. ലോഡ് ഷെഡിങ് വന്നു വന്നില്ല, അതായത് അയ്യോ അവിടെ ലൈൻ പോയി ഇവിടെ ലൈൻ പോയി എന്ന് പറഞ്ഞാണ് ലോഡ് ഷെഡിങ് നടത്തുന്നത്. ശരിക്കും ലൈൻ പോയത് തന്നെയായിരിക്കാം. എന്തായാലും രണ്ടായാലും നമ്മൾ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിച്ചു. അതുകൊണ്ട് ആരാണ് നേട്ടം കൊയ്തത്? നേട്ടം കൊയ്തത് മുഴുവനും നമുക്കറിയാം. സീലിംഗ് ഫാൻ ഇല്ലാതിരുന്ന വീടുകളിലൊക്കെ സീലിംഗ് ഫാൻ വന്നു. അപ്പോൾ ഫാൻ കമ്പനികൾ, പിന്നെ അതുപോലെ തന്നെ AC ഇല്ലാതിരുന്ന വീടുകളിലൊക്കെ AC വന്നു. അങ്ങനെ വന്നപ്പോഴത്തേന്, അതായത് പ്രാപ്തിക്കനുസരിച്ച് സീലിംഗ് ഫാൻ എങ്കിൽ സീലിംഗ് ഫാൻ, AC എങ്കിൽ AC, ഇങ്ങനെ ഈ AC കമ്പനികൾക്കും സീലിംഗ് ഫാൻ കമ്പനികൾക്കും ഒക്കെ നല്ല വരുമാനം ഉണ്ടാക്കി കൊടുത്തു. അവരും സ്പോൺസേഴ്സിന്റെ ലിസ്റ്റിൽ ഉള്ളവരാണേ. അതുകൊണ്ട് അവര് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണ് എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ട് തോന്നേണ്ട കാര്യമില്ല. അപ്പം ഒരു ചോദ്യം ശ്രീ ഗോവിന്ദനോട് ചോദിക്കാനുള്ളത്, സെക്രട്ടറി ഗോവിന്ദനോട് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിന്റെ ആഗോള താപനിലയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒക്കെ ഉയർന്ന താപനിലയാണ് കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്. എന്താണ് കേരളത്തിലെ താപനില ഇത്ര ഉയരാൻ കാരണം? വേറെ എവിടെയും നമ്മൾ അന്വേഷിച്ചു പോകണ്ട. മുട്ടിൽ മരമുറിയുടെ മുറിവിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ്, അതായത് 500 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് വെട്ടിവിറ്റത്. ആരാണ് വെട്ടിവിറ്റത്? വനം മാഫിയ, മരം മാഫിയ എന്നോ മറ്റോ നമുക്ക് പറയാം. ആ മാഫിയയെ ശരിക്ക് പിടിച്ചില്ല എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അവരെ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും അവരിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ഫൈൻ ഈടാക്കിയാലും അവരെ ജയിലിലേക്ക് അയച്ചാലും നമ്മുടെ പ്രകൃതിയിൽ വന്ന നഷ്ടം, അങ്ങനെ ആ നഷ്ടപ്പെട്ട മരങ്ങൾ, ആ നഷ്ടപ്പെട്ട കാട് അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ലല്ലോ. മുട്ടിൽ മരമുറിയുടെ മുറി ഉണങ്ങുന്നതിന് മുമ്പ് ദാ വന്നിരിക്കുന്നു സുഗന്ധഗിരി വനം കൊള്ള. രണ്ടും വയനാട്ടിലാണേ പ്രധാനമായിട്ടും. അപ്പൊ വയനാട് തന്നെ ഇപ്പോ, ഒരു കാലത്ത് വയനാട്ടിന്റെ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചിറാപുഞ്ചി എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ആസാമിലെ ചിറാപുഞ്ചി. പക്ഷെ ചിറാപുഞ്ചിയിലേക്കാൾ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ടായിരുന്നു. അതായിരുന്നു വൈത്തിരി. ചുരം കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് വൈത്തിരിയിലാണ്. ആ വൈത്തിരിയായിരുന്നു ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം. പക്ഷെ ഇപ്പോഴിതാ ഇങ്ങനെ മരം കൊള്ള തുടർച്ചയായി ഏത് ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റിന്റെ ഒക്കെ കാലത്ത് കാണും വനം കൊള്ളയും. വനം കൊള്ള എന്ന് പറഞ്ഞാൽ വനം നശിപ്പിക്കപ്പെടുക തന്നെയാണ്. വൻമരങ്ങൾ പിഴുതു മാറ്റുന്നതോടൊപ്പം തന്നെ എല്ലാത്തരം കയ്യേറ്റങ്ങളും നടക്കുന്നു. അങ്ങനെ വനം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വനം കൊള്ളയുടെയൊക്കെ ഫലമായിട്ട് ഇതാ വയനാടും ഇപ്പോൾ നമ്മുടെ രാജസ്ഥാൻ മരുഭൂമി പോലെ ആകുമോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിൽ മഴ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ തിരുവനന്തപുരത്തേക്കാൾ വളരെ കുറവ് മഴയാണ് വയനാട്ടിൽ ലഭിക്കാറുള്ളത്. അത് വേനൽ മഴയാകട്ടെ, അതുമല്ലെങ്കിൽ ജൂൺ മാസത്തിലെ കാലവർഷമാകട്ടെ, ഏതുമാകട്ടെ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അങ്ങനെ കേരളത്തെ ജീവിക്കാൻ കൊള്ളാത്ത സ്ഥലമാക്കി മാറ്റുന്നതിൽ വനം മാഫിയയ്ക്കുള്ള റോളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. വനം മാഫിയയ്ക്ക് മാത്രമല്ലല്ലോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കരിങ്കൽ ക്വാറി മാഫിയകളെ കൂടിയാണ്. ഇവരൊക്കെയാണ് സർക്കാരിന്റെ വലിയ സ്പോൺസേഴ്സ് എന്ന് ഓർക്കണം. അപ്പൊ ആ കരിങ്കൽ ക്വാറി മാഫിയ അവരിപ്പോ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇതിനു മുൻപ് നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. 845 ക്വാറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് തൃശൂർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടുപിടുത്തം. പക്ഷെ കേരളത്തിലെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 600-ൽ താഴെ ക്വാറികൾ മാത്രമാണ് സുഹൃത്തുക്കളെ. അപ്പം സർക്കാർ ഖജനാവിലേക്ക് ഒരു പൈസയും എത്താതെ തന്നെ കിമ്പളമായിട്ട് രാഷ്ട്രീയക്കാരും മറ്റ് ഉള്ളവരും ഒക്കെ പണം മേടിക്കുന്നു. ക്വാറിയിങ് ഇഷ്ടം പോലെ നടക്കുന്നു. അങ്ങനെയാണ് ഈ ക്വാറിയിങ്, അതുപോലെ ഈ മരമുറി, ഇതൊക്കെയാണ് കേരളത്തിന്റെ കേരളത്തെ ഇത്രയധികം ഉഷ്ണമാപിനിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആണ് എനിക്ക് അങ്ങനെ CPM സെക്രട്ടറി പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നിയത്. കാരണം ആഗോള താപനമല്ലേ, ആ താപനം പ്രശ്നമാണ്. ആ വലിയ പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കുടുംബസമേതം പോയിരിക്കുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ കുടുംബസമേതം വിദേശയാത്ര 2-3 രാജ്യങ്ങളൊക്കെ
കണ്ടു കേട്ട് നടക്കാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരല്ലല്ലോ. ഇവിടെ അതിദരിദ്രരുണ്ട്, അതിന്റെ തൊട്ടു മുകളിലുള്ളവരുണ്ട്. അതായത് LDF ഗവൺമെന്റ് പറയുന്ന അനുസരിച്ച് തന്നെയാണെങ്കിൽ 60 ലക്ഷത്തോളം പേരാണ് നമ്മുടെ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കഴിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യക്കാർക്ക് ആഗോള താപനം അല്ലെങ്കിൽ സംസ്ഥാനത്തെ താപനം വർദ്ധിച്ചു എന്ന് പറഞ്ഞു പോകാൻ ഒക്കുമോ? ഈ ക്വാറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഓർക്കുകയാണ്. അതായത് നമുക്കറിയാം മലയാറ്റൂര് വലിയ മലയാണ്. ആ മലയിൽ 2 ക്വാറിക്ക് അനുവാദം കൊടുത്തെടുത്ത് 100 ക്വാറി പ്രവർത്തിക്കുന്നു എന്ന് വളരെ രാഷ്ട്രീയ സ്വാധീനമുള്ള അദ്ദേഹം ഇപ്പം മന്ത്രിസഭയിലും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, കാരണം അദ്ദേഹം ഒരു തരത്തിലുള്ള കള്ളത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ആളല്ല. അത് കാരണം കൊണ്ട് ആള് തന്നെ പറഞ്ഞതാണ് 2 ക്വാറി അനുവദിച്ചെടുത്ത് 100 ക്വാറി പ്രവർത്തിക്കുന്നു എന്ന്. എങ്ങനെ 100 ക്വാറി പ്രവർത്തിക്കാൻ പറ്റുക? അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുക ഈ വരുന്ന ഓരോ പഞ്ചായത്തും വരുമ്പോൾ, പഞ്ചായത്തുകളാണ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ക്വാറി അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ അനധികൃത ക്വാറിയിങ് നടത്തണം എന്നുണ്ടെങ്കിൽ ആ മാഫിയ എന്ത് ചെയ്യും? ഓരോ തദ്ദേശ സ്വയംഭരണ, ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണം ഏതാണ് എന്ന് വെച്ചാൽ ആ സ്വയംഭരണ സ്ഥാപനം നിലവിൽ വരുമ്പോൾ അവർക്ക് പക്കാ വീടും സൗകര്യങ്ങളും ഒക്കെ അങ്ങ് ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയക്കാര് ടോപ്പ് ടു ബോട്ടം അഴിമതിക്കാരായി തീർന്നിരിക്കുക. രാജ്യത്തെ വിറ്റ് നശിപ്പിക്കുന്നവര്, അതായത് അത്രയേറെ അഴിമതിയാണ്. പണത്തിന് വേണ്ടി സ്വന്തം നാടിനെ വിറ്റ് നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത്തരം ഒരവസ്ഥയിലാണ് കേരളം. അത് നമുക്കറിയാം, ഡെൻസ് ഫോറസ്റ്റിന്റെ അളവ് വളരെ കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്. പക്ഷെ കേരളത്തിന്റെ ഈ പരിസ്ഥിതി അനുസരിച്ച് കേരളത്തിന്റെ വനത്തിലുണ്ടാകുന്ന ശോഷണം, അതുപോലെ ക്വാറിയിങ്ങിലുണ്ടാകുന്ന അതിവേഗത, ഇതൊക്കെ ഇതിനെ ഉഷ്ണമാപിനിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ആഗോള താപനം മൂലം ദുഃഖം അനുഭവിക്കുമ്പോൾ സുഖം തേടി മറ്റ് സംസ്ഥാനങ്ങളിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. നമുക്ക് അതിനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് നാം രാപകൽ ഈ ഉഷ്ണത്തോട് മല്ലടിച്ച് കേരളത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു.